എൻ്റെ പേര് രാജി കുര്യൻ. ഞാൻ നീലീശ്വരം കരേറ്റമാത ആശ്രമ ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു പോൾ. ആൾ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മെയ്യിലാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് എനിക്ക് പുതുക്കാൻ സാധിച്ചില്ല. 2 വർഷം കഴിഞ്ഞാണ് എനിക്ക് 3ാമത്തെ ഉടമ്പടി പുതുക്കിയത്. അതിന് കാരണമുണ്ടായിരുന്നു. ഞാൻ 2022 ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ജർമ്മൻ പഠിക്കാൻ പോയി. അപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ കൃപാസനത്തിൽ പോയി പണി വാങ്ങിക്കരുതെന്ന്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും പാലിക്കാൻ ആ സമയത്ത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഉടമ്പടി സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും നടയിൽ ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അനുവദിച്ചതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ 2024 ഒക്ടോബറിൽ 3ാം പ്രാവശ്യം പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് ഡേറ്റ് കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. മാതാവേ, OET എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ കിട്ടിയില്ല. എനിക്കാണെങ്കിൽ യൂറോപ്പിൽ പോകാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, എൻ്റെ ഫാമിലിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 45 വയസ്സായി. ഈ പ്രായത്തിൽ ജർമ്മൻ എക്സാം എങ്ങനെ എഴുതിയെടുക്കുമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. എങ്കിലും ഞാൻ മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നതിന് ഉടമ്പടി പുതുക്കുമ്പോൾ അതിലെനിക്ക് മാതാവോ കൊടയോ എന്തെങ്കിലും എനിക്ക് പിടിക്കാനുള്ള ഒരു അവസരം കിട്ടണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ തവണ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയില്ലെങ്കിലും കൊട പിടിച്ച് മാതാവിനെ കൊണ്ടുപോരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനിനി എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പാസ്സാവും, മാതാവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിടില്ല എന്ന്. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് നാളത്തെ പരിശ്രമത്തിന് ശേഷം എനിക്ക് കൊച്ചിയിൽ ഡേറ്റ് കിട്ടി. ഞാൻ B2ൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഇവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടണം. എൻ്റെ എക്സാമിനറായിട്ട് വരുന്ന ആൾ ഒരു ഗ്രേ കളർ ഡ്രസ്സോ അല്ലെങ്കിൽ ആളുടെ പേരിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണമെന്ന്. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഗ്രേ കളറുള്ള ആരെയും കണ്ടില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കൊച്ചിയിൽ ഓരോ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ അവിടെ നിൽക്കണ ആ എക്സാമിനർ ഒരു ആഷ് കളറ് ടോപ്പും ആഷ് കളറ് ജീൻസും ഇട്ട് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോൾ ആ എക്സാമിനർ പേര് പറയുന്നു മേരിക്കുട്ടി എന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഈ തവണ എനിക്ക് പാസ്സാകാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ എക്സാമിന് കയറി അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ ഷാളിൽ കുറച്ച് ഉപ്പ് വെച്ചിട്ട് പോയിരുന്നു. അത് ഞാൻ ആരും കാണാതെ ഞാൻ സൈഡിലിരുന്ന് ആ ഉപ്പ് ഇട്ടു. മാതാവിനോടും ഈശോയോടും ഒത്തിരി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിലധികം ഒന്നും അറിയുന്നതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, നീ കൂടെയുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എഴുതി കഴിഞ്ഞ് ഞാൻ കുരിശ് വരച്ച് എല്ലാ ക്വസ്റ്റ്യൻ്റെയും നേർക്ക് കുരിശ് വരച്ച് നിന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വരാറായി. എനിക്ക് പക്ഷേ ടെൻഷനൊന്നും ഉണ്ടായില്ല, കാരണം മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ തവണ ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു, ഞാൻ എന്തായാലും പാസ്സാവും, എനിക്ക് ടെൻഷനില്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ആളാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് കൃപാസനമുണ്ട്, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം തുടങ്ങിയപ്പോഴും അവിടെയും എല്ലാവരുടെയും വരും, എൻ്റെ മാത്രം ലാസ്റ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിക്കും, മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി, അതുകൊണ്ടല്ലേ എന്നെ മാത്രം ഇങ്ങനെ പിടിച്ച് നിർത്തണേ എന്നുള്ളത്. അത് കഴിഞ്ഞു. എൻ്റെ കൂടെ പോകാനിരുന്ന 4 പേരുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഈ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവരെല്ലാവരും കയറിപ്പോയി. അപ്പോൾ എനിക്ക് മാനുഷികമായ ചിന്ത വന്നു, എന്നെ മാതാവ് കൈവിട്ടെന്ന് തോന്നുന്നു, ഞാൻ മാത്രം ഇവിടെ ബാക്കിയായിന്ന്. പക്ഷേ എന്നാലും എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു. പണ്ട് കാലത്താണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് മാതാവ് തരുന്നുണ്ടായിരുന്നു.
അങ്ങനെ എനിക്ക് ആദ്യം വിസയ്ക്ക് ഡേറ്റ് കിട്ടി. ഞാൻ എനിക്ക് ഡേറ്റ് കിട്ടിയപ്പോൾ മറ്റുള്ളവർക്കൊക്കെ 15-20 ദിവസം കഴിഞ്ഞപ്പോൾ വിസ വന്നു. എനിക്കാണെങ്കിൽ വിസ വരുന്നില്ല. എനിക്ക് 45-ാമത്തെ ദിവസമാണ് വിസ കിട്ടിയത്, അതായത് ഇന്നലെ. അപ്പോൾ ഞാൻ പാസ്പോർട്ട് സമർപ്പിക്കാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കാശ് രൂപം 25-ാമത്തെ പേജിൽ എൻ്റെ പാസ്പോർട്ട് അടിച്ച് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നലെ വിസ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ അവർ വീട്ടിൽ വന്ന് കൊറിയർ കൊടുക്കുകയാണ് പതിവ്. എന്നോട് ഒരു 1:55 അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കാലടിയിൽ അവിടെ വരണമെന്ന്. അത് കൊണ്ടുവന്ന് തരുന്ന ആൾ സിക്കാണ്, അതുകൊണ്ട് വിസ ആയതുകൊണ്ട് ഇവിടെ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 1:55. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 2:15-2:20 ആവും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്താണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പാസ്പോർട്ട് വാങ്ങിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ച് തുറക്കണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു പള്ളി പോവാം. കാലടിയിൽ തൊട്ടിപ്പുറത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുൻപിൽ 2:30 ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ പാസ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഓപ്പൺ ചെയ്ത് നോക്ക് വിസ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി 25-ാമത്തെ പേജിലാണോ വിസ അടിച്ചിരിക്കണതെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 25-ലല്ല 7-ാമത്തെ പേജിലാണ് എൻ്റെ വിസ അടിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ഡേ ഒരു 7-ാം തീയതിയും പ്രത്യക്ഷപ്പെട്ട സമയം 2:30 അപ്പോൾ ഇത് മാതാവിൻ്റെ തന്നെ പ്രവൃത്തിയാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യം വന്നു. ഞാൻ അവിടെ നിന്ന് മാതാവിന് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലാതെ ഞാൻ വേറെ ആരുടെ അടുത്തും പറയില്ല എനിക്ക് വിസ കിട്ടിയ കാര്യം. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ രാവിലെ നമുക്ക് കൃപാസനത്തിൽ പോവാം, അവിടെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആളും സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ 5:30 അവിടെ നിന്ന് പോന്നു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു അവിടെ സൗദിയിൽ. 2021 കോവിഡ് വന്നപ്പോൾ ആൾക്ക് ജോലി വേറൊരു സ്ഥലത്തായതുകൊണ്ട് ഞാനും പിള്ളേരും നാട്ടിലോട്ട് വന്നു. അത് അത്ര നാൾ ഫാമിലി ആയിട്ട് താമസിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ജോലിയിലുള്ള പ്രഷറും കാര്യങ്ങളും ഓരോന്നും എന്നെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഉത്തരം കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറയും, മാതാവേ, നീ തന്നെ തുണയായിരിക്കണമേ, അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും കരുണയും കൊടുക്കണമേ എന്ന്. അങ്ങനെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ട്, ജോലി ഇടയ്ക്ക് പോകും. പക്ഷെ അവിടെയെല്ലാം മാതാവിൻ്റെ കരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോലി പോയപ്പോഴും അടുത്ത ജോലി കിട്ടാനായാലും ഒന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ തന്നിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിനും നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം പള്ളിയിൽ പോകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. അത് ഞാൻ തലേ ദിവസം തന്നെ എടുത്തു വെച്ച് ഓരോന്നായി എടുത്തു വെച്ച് ഓരോന്നിലും കുരിശ് വരച്ച്, മാതാവേ, ഈ പത്രം കിട്ടുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രാവിലെ ഞാനും അമ്മച്ചിയും എന്നും കുർബാനയ്ക്ക് പോകും. 5:30 കുർബാനയ്ക്ക് പള്ളിയിൽ ചെന്ന് ഈ പത്രം മുഴുവൻ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇത് കിട്ടുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളിൽ മാതാവേ നീ തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് പത്രം കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ബുധനാഴ്ച ദിവസവും 2 പൊതിച്ചോറ് വെച്ച് ഞങ്ങളുടെ അവിടെ നീലീശ്വരം കൊണ്ടു കൊടുക്കും. അതൊരു ചേട്ടൻ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും ഒത്തിരി പേരുടെ. പിന്നെ അവിടെ കൃപാസനത്തിലെ ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും ചേർന്ന് അനാഥ മന്ദിരങ്ങൾ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് ആര് കൈ നീട്ടിയാലും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ബൈബിൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കും. കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും ഡെയിലി ബ്രെഡ് ഇതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയുമുണ്ട്. ഇനിയും എൻ്റെ ജീവിതത്തിൽ ജർമ്മനിക്ക് പോകുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെ അവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ ദൈവമേ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരികൾ വിളിച്ചു പറയും, നീ ഒറ്റയ്ക്ക് ആണല്ലോ, ഞങ്ങളെല്ലാവരും പോകുന്നല്ലോ എന്ന്. അപ്പം ഞാൻ പറയും, എന്നെ ഒറ്റയ്ക്കാക്കിയത് മാതാവിനും ഈശോയ്ക്കും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് വരാൻ വേണ്ടിയാണ്. അപ്പോൾ സാറിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ചിലപ്പോൾ 6-ാം തീയതി ആയിരിക്കും നിൻ്റെ ടിക്കറ്റ്, എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ടിരുന്നോ വരാനായിട്ടെന്ന്. ഈ നല്ല അവസരം നൽകിയ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണമെന്ന് ഞാൻ
യാചിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും മാതാവ് നമ്മളെ കേൾക്കും, നമ്മളെ കൈവിടില്ല. കുറച്ചൊക്കെ സഹനം തന്നാലും അതെല്ലാം നല്ലതിനാണെന്ന് പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. നന്ദി. മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 102:13 തിരുവചനം, അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്, നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. രാജി കുര്യൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ 2 ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് നന്ദി പറയുന്നത്. പ്രിയമുള്ളവരെ, എത്ര കാലം കഴിഞ്ഞ് നാം ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നത് അമ്മയുടെ അരികിൽ പ്രതിസന്ധിയുടെയും നടക്കാത്തൊരു വിഷയത്തിൻ്റെയും കാരണമല്ല. അമ്മയുടെ കരങ്ങളിലേക്കൊരു വിഷയം കൊടുത്താൽ പ്രായം നോക്കാതെ, കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കാതെ, ബുദ്ധിയിൽ എന്തുണ്ട് എന്ന് നോക്കാതെ എങ്ങനെ ഇത് പരിഹരിക്കാനാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അമ്മയുടെ വഴികളിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ സുരക്ഷിതമാക്കുന്ന ഇടപെടലുകളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരും. അത് അനുഗ്രഹത്തിൻ്റെ അടയാളം തന്നെയായിരിക്കും. അതാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത് മകൾ പറയുന്നുണ്ട്, ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടിട്ട് യാതൊരു ക്ലേശവുമില്ലാതെ അടുത്തൊരു ജോലി പെട്ടെന്ന് കണ്ടെത്തുവാനും ശാന്തതയോടുകൂടി ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അമ്മ മാതാവ് സഹായിച്ചുവെന്ന് മകൾ ആവർത്തിച്ച് ഒരു വാക്ക് പറഞ്ഞു. ഉടമ്പടി കൈമാറിയത് ആത്മധൈര്യമാണ്. ഉടമ്പടിയിലായതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നം വരുമ്പോഴും ഇത് അമ്മ ഏറ്റെടുക്കും, ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാനാകും, അമ്മ ഇത് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതിനെ ഭയപ്പെടുന്നില്ലെന്ന് ചങ്കുറപ്പോടെ പറയുവാനുള്ള ഒരു ആത്മധൈര്യം ഉടമ്പടി ജീവിതത്തിലൂടെ സ്വായത്തമാക്കിയെന്ന് സഹോദരി സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലേക്ക് ഓരോ ദിവസവും അറിഞ്ഞ് സ്നേഹത്തോടെ ജീവിച്ചു തുടങ്ങുമ്പോൾ അമ്മ കൈമാറുന്നത് ഒന്ന് കൂടെയുണ്ട്, മുന്നോട്ട് പോവുക എന്നൊരു ആത്മധൈര്യമാണ്. ഏതൊരു പ്രശ്നത്തിനും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും കരങ്ങളിൽ പരിഹാരമുണ്ട്, വിശ്വസിക്കുക എന്ന നമ്മൾക്കൊരു ഉറപ്പ് നമ്മളിൽ നിന്നും അമ്മ നേടിയെടുക്കലാണ്. 3, ഓരോ നേർച്ച വസ്തുവും ഉപയോഗിക്കുമ്പോൾ അത് ദൈവശക്തി നമ്മളിലേക്കത് പകരുന്നതാണ്, പ്രവഹിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ നേർച്ച വസ്തു പ്രയോഗിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന് അത് കാരണമാകും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. 4, പ്രായവും സമയവും സമ്പത്തും ശേഷിയും ഒന്നുമല്ല, ദൈവകൃപ മാത്രം ജീവിതത്തിൻ്റെ ഏത് വലിയ വിഷയത്തിലും ജീവിതം കരകയറുവാനായി നിനക്ക് മതി. അതുകൊണ്ട് നീ എൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിതം നയിക്കുക എന്ന ബോധ്യപ്പെടൽ നമുക്ക് ഓരോ ഉടമ്പടി ജീവിതത്തിലും അമ്മ മാതാവ് കൈമാറുന്നുണ്ട്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ബോധ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.